ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഡിന്നറായിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നൂഡിൽസ് എല്ലാം കഴിച്ചു മടുക്കുമ്പോൾ അതിനേക്കാൾ ടേസ്റ്റിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, 3 മുട്ട, 1/4 ടീസ്പൂണേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഓയിൽ. ഇനി അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്: ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു മീഡിയം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില. ആദ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം. പാകത്തിന് ഉപ്പും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, കുറച്ച് കുരുമുളക് പൊടിയും, ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. മുഴുവൻ എഗ്ഗും ഫ്രൈ ചെയ്തെടുക്കുകയില്ല, 1/4 ഭാഗം ബ്രെഡിൽ ചേർക്കാനുള്ളതാണ്. ഇനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം, പൊടിഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി, 1/4 ഭാഗം നമുക്ക് ബ്രെഡിൽ ചേർക്കാനുള്ളതാണ്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സെയിം പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ബ്രെഡ് പീസും എഗ്ഗിൻ്റെ ബാക്കി മിക്സും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് പീസെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എഗ്ഗ് ഫ്രൈ ചെയ്തത് തണുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം, നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ പീസായി കട്ട് ചെയ്യരുത്. എഗ്ഗ് ഫ്രൈ ചെയ്ത പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് സവാള ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ക്യാരറ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ക്യാരറ്റ് ചെറിയ പീസായി തന്നെ കട്ട് ചെയ്തെടുക്കാം, എന്നാലേ കുക്കായി കിട്ടുകയുള്ളൂ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരണം. ക്യാരറ്റ് ചെറുതായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ പീസ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മസാലയെല്ലാം ബ്രെഡിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം ബ്രെഡിൻ്റെ എല്ലാ വശത്തും എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മിക്സ് ചെയ്യരുത്, അപ്പോൾ എല്ലാം പൊട്ടിപ്പോവും. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് മല്ലിയില ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇഷ്ടമായവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ പറയാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.